ദീർഘനാളുകളായി നിന്ന് അനുഭവിക്കുന്ന ആളാണ് താങ്കളെങ്കിൽ എത്ര പരിശ്രമിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും നിരന്തരമായ കാത്തിരിപ്പിനൊടുവിലും ഒരു പുരോഗതിയിലേക്ക് കാലുവയ്ക്കാൻ കഴിയുന്നില്ല എന്ന് താങ്കളുടെ ജീവിതത്തിൻ്റെ അനുഭവ സാക്ഷ്യമാണെങ്കിൽ ദൈവത്തിന് അത് മാറ്റിയെടുക്കാൻ കഴിയും. അധിക സമയമൊന്നും വേണ്ട. ഒരു ചെറിയ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് ആലോചന അറിയിക്കുന്നു. തുടർന്ന് ഈ വിഷയം വളരെ ചുരുങ്ങിയ മിനിറ്റുകൾ ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥനയോട് ശ്രദ്ധിക്കൂ. ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവൾ മനോവ്യസനത്തോടെ കരഞ്ഞു, വളരെ പ്രാർത്ഥിച്ചു. എല്ലാവർക്കും സുപരിചിതമായ ഒരു കഥാപാത്രമാണ് ഹന്ന. ജീവിതത്തിലെ പരിഹാസവും നിന്ദയും കഷ്ടതയും എന്നു മാറും എന്നുള്ള തീവ്രമായ വ്യഥയോടെ എല്ലാ ആണ്ടിലും മുടങ്ങാതെ വർഷാന്തരയാഗത്തിന് ശീലോവിൽ പോകുക ഹന്നയുടെ പതിവായിരുന്നു. തൻ്റെ പ്രതിയോഗിയായ പെനിന്നയും തന്നെ വളരെ സ്നേഹിക്കുന്ന ഭർത്താവും കൂടെ ഉണ്ട്, പെനിന്നയുടെ മക്കളുമുണ്ട്. ഈ പോകുന്ന യാത്രയിലും പതിവായി ഇവൾ അപഹസിക്കപ്പെടുന്നുണ്ട്, നിന്ദിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ അവൾ പ്രതിയോഗിയോട് തിരിച്ച് മറുപടിയല്ല പറയുന്നത്. അവൾക്ക് ശീലോവിൽ ദൈവത്തിൻ്റെ അടുക്കൽ ഒരു മറുപടി ഉണ്ടെന്ന് ഉറയ്ക്കുകയാണ് ചെയ്തത്. താങ്കൾ നിന്ദിക്കപ്പെടുന്നുവെന്ന് തോന്നുന്നെങ്കിൽ, പരിഹസിക്കപ്പെടുന്നുവെന്ന് തോന്നുന്നെങ്കിൽ മറുപടി ഒരുപക്ഷെ താങ്കളുടെ നാവിന്മേലുണ്ടാവാം, മറുപടി താങ്കളുടെ പക്കലുണ്ടാകാം. താങ്കൾ പറയുന്നത് ശരിയുമായിരിക്കാം, പക്ഷേ മൗനം പാലിക്കുക. ദൈവത്തോട് മാത്രം നിങ്ങളുടെ സങ്കടങ്ങൾ വിളിച്ചു പറയുക. തീർച്ചയായിട്ടും നിങ്ങളുടെ സങ്കടത്തിന് മറുപടിയുണ്ട്. തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഹന്നയുടെ പ്രാർത്ഥന ദൈവം കേട്ടു, ഹന്നയ്ക്ക് ദൈവം തലമുറകളെ നൽകി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് ഒരു കടങ്കഥ എഴുതിയ പുസ്തകമല്ലെന്ന് ഞാൻ പല ആവർത്തി പറഞ്ഞത് ഇന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സത്യവേദ പുസ്തകം, വിശുദ്ധ വേദപുസ്തകം, വിശുദ്ധ ബൈബിൾ എന്നൊക്കെ പറയുന്ന ഈ പുസ്തകം ഒരു കടങ്കഥ എഴുതിയ പുസ്തകമല്ല. ഇന്നലെ നടന്നതും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും നാളെ നടക്കാൻ പോകുന്നതുമായ സംഭവങ്ങൾ മാത്രം ആലേഖനം ചെയ്ത ഈ പുസ്തകത്തിൽ എഴുതിയ ഒരു വാക്ക് പോലും തെറ്റുകയില്ല. നിശ്ചയമായിട്ടും നിങ്ങൾക്കും ആശ്വാസമുണ്ട്. ഞാൻ നിങ്ങൾക്കോട്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അടിയങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഞങ്ങൾ പ്രശ്നങ്ങളിലാണ്, എങ്കിലും പരിഹാരം അങ്ങയുടെ പക്കലുണ്ട്. അതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ഹാവ് എ നൈസ് ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്.